ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ടുള്ളത് 1 kg വാൻജോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വാനില ചോക്ലേറ്റ് മിക്സ് വരുന്നൊരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻസും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാനില സ്പോഞ്ചാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് മൈദ എടുക്കുക. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ബൗളിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് 1/2 കപ്പ് മൈദയ്ക്ക് 2 മുട്ടയാണ് വേണ്ടത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഫ്ലഫി ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 കപ്പിൻ്റെ അരഭാഗത്തോളം, അതായത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓവർ ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഇതുപോലെ ഓയിൽ എല്ലാ സ്ഥലത്തും മിക്സ് ആവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലോർ ഇട്ട് ഇടവിട്ട് വാം മിൽക്കും ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ഓവനിലാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 160 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് എടുത്തപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കാം. ചോക്ലേറ്റ് സ്പോഞ്ചിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ നമ്മൾ മെഷറിംഗ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മെഷറിംഗ് കപ്പാണിത്. 125 ml മെഷറിംഗ് കപ്പ്. അതിലേക്ക് ബാലൻസ് നമ്മൾ മൈദ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് വീണ്ടും ഇതുപോലെ 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഈ ഒരു ഫോമിലേക്ക് ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലോറും മിൽക്കും ഇടവിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ജസ്റ്റ് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ചോക്ലേറ്റ് കേക്കിന് നമുക്ക് നല്ല ചൂടുള്ള മിൽക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള മിക്സാണ് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കോഫി പൗഡർ ഇഷ്ടമല്ലാത്തവർക്ക് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് മിൽക്ക് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഒരു 160 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവൻ്റെ ടെമ്പറേച്ചറൊക്കെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും. ഇനി ഇതല്ല നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സെയിം ബാറ്റർ നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് പാനിലിറക്കി വെച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നന്നായിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ കഴിയാണ്ട് ഒരിക്കലും ഓപ്പൺ ചെയ്ത് നോക്കരുത്. അപ്പോൾ
നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു പാനിലേക്കാണ് ഇത് മാറ്റാനായിട്ട് പോകുന്നത്. പാൻ ഇവിടെ നന്നായിട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബൗളും വിസ്കും നന്നായിട്ടൊന്ന് കൂൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീം 1.5 കപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫോമിൽ ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബ്ലേഡ് മൂവ് ചെയ്യാനായിട്ട് നല്ല പാടായിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർബീറ്റ് ആവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർബീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന ടൈമിൽ അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടയ്ക്ക് ഫില്ലിങ്സിൽ കൊടുക്കാനായിട്ടുള്ള ഗനാഷ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കും 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിന് 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 2 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 2 കേക്കും നമ്മളിതുപോലെ 2 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കേക്ക് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു കേക്ക് ബോർഡ് എടുത്ത് വയ്ക്കുക. അതിന് ഫസ്റ്റ് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വാനില വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാം നമ്മുടെ ഐഡിയ പോലെ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഗനാഷ് മുകളിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നു. വീണ്ടും ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് ഗനാഷ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ ഇടവിട്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് സ്പോഞ്ചിന് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് സ്പോഞ്ചിന് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷുമാണ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഫൈനലായിട്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കപ്പ് ഷുഗർ പ്ലസ് 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ക്രം കോട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഫൈനലായിട്ടുള്ള ഐസിങ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐസിങ് ചെയ്യുന്ന വീഡിയോ നമുക്കൊന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ പുറത്തുള്ള ഫില്ലിങ്സ് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷ്ഡ് ആക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ നല്ല ഇതുപോലെ തന്നെ നല്ല ഫിനിഷ്ഡ് ആക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്നൊരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സിക്സാക്ക് ഡിസൈൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫുൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത ക്രീമാണിത്. ഈ ക്രീമിൻ്റെ ചൂടൊക്കെ ഏകദേശം ഒന്ന് ആറി ഒരു തണുത്തൊരു സ്റ്റേജാണിത്. ഈ ഒരു സ്റ്റേജിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നല്ല തണുത്ത കേക്കിലേക്കാണ് നമ്മൾ ഈ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ താഴെ വലിയൊരു പാത്രം വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന
ഗനാഷ് അതിലേക്ക് ഡ്രിപ്പ് ചെയ്ത് ചാടാനാണ് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗനാഷ് കുറച്ചും കൂടെ തിക്കായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഡ്രിപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് ഗനാഷ് തിക്കാവുന്ന ടൈമിൽ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ നേരത്തെ എടുത്തേണ്ട ബാലൻസ് നമുക്കുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ബോർഡർ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ബോർഡർ വരച്ചു കൊടുക്കാം. അപ്പോൾ ബോർഡർ ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഡിസൈൻസൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചെറിയൊരു ബോർഡർ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് ഡിസൈൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റമൊക്കെ വരുത്താം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ചെറിയൊരു ഡെക്കറേഷനാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ട്രാൻസ്ഫർ ഷീറ്റിലേക്ക് കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ, തീരെ തിന്നാക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് കയ്യിലൊട്ടാത്തൊരു പരുവം ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ ഷീറ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഉണങ്ങാൻ നിൽക്കരുത്, ജസ്റ്റ് നമ്മുടെ കയ്യിലൊട്ടാത്ത ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്കിതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വയ്ക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഡെക്കറേഷൻസാണിത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കേക്ക്സിൻ്റെ മുകളിലൊക്കെ വയ്ക്കാനാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻസാണിത്. നമുക്ക് ബാലൻസ് നമുക്ക് നല്ല എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ഐസിങ് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ പേരൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ മുകളിൽ പേര് എഴുതാനുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ വൺ സൈഡ് മാത്രമേ ഡിസൈൻ കൊടുത്തത്. ഇനി അതല്ല മുകളിൽ പേര് എഴുതണ്ടാത്തൊരു തീമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസൈൻസ് എല്ലാം നമ്മുടെ ഐഡിയ പോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ചെയ്തിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസാണ് ഇതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് വൈറ്റ് കളറിലുള്ള ഡെക്കറേഷൻസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് 1 kg വരുന്ന ഒരു വാൻചോ കേക്കാണിത്. അപ്പോൾ 1 kg എബോവ്, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 kg എബോവ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 850 റുപ്പീസാണ് 1 kgക്ക് വരുന്നൊരു പ്രൈസ്. വാൻചോ കേക്കിൻ്റെ പ്രൈസാണ് 850 റുപ്പീസ്. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ വെറൈറ്റീസ് ആയിട്ടുള്ള കേക്ക്സ് ആയിട്ട് വരുന്നത് വരേക്കും ബൈ.